ഒരു ഗ്രാമം, അവിടെ നടന്ന ഒരു കൊലപാതകം, അവിടെ നിന്നും ജനിക്കുന്ന ഒരു വിപ്ലവകാരി. പക്ഷേ സത്യം അതിലും ഭീകരമാണ്. കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 44-ാം ഭാഗം. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനായും കേൾക്കണേ. സുനിലിനോട് അവർ വീട്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്കിലും അതിന് കിട്ടിയ ഉത്തരം സുധാകരൻ പറഞ്ഞതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ആ കാര്യത്തിൽ സുനിലിനെ വിശ്വസിക്കാം എന്നവർക്ക് തോന്നിയെങ്കിലും പൂർണ്ണമായും അയാളെയും ഒഴിവാക്കി കളയാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് കാണേണ്ടി വന്നാൽ കാണണം എന്ന് പറഞ്ഞിട്ട് തന്നെ കമ്പനിയിൽ നിന്നും അവർ പുറത്തേക്കിറങ്ങി. സുനിൽ പറഞ്ഞതു പ്രകാരം രമേശന് കിട്ടിയത് സാധാരണ പോലെ തന്നെ സംഭവിക്കുന്ന പ്രമോഷനാണെന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. രഞ്ജിത്ത് എന്തു പറയുന്നു? അങ്ങനെയല്ലേ? അത് ശരി തന്നെയാണ്. ഈ വിവരം അവർ നേരത്തെ അറിഞ്ഞതാണെന്നതിലാണ് സംശയിക്കാനുള്ള കാര്യം. അങ്ങനെ സംശയിക്കാം എന്നല്ലാതെ ഉറപ്പിക്കാൻ കഴിയുമായിരുന്നോ ആവോ? അതുകൊണ്ട് തന്നെ കൃത്യമായി കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള വിചാരത്തിൽ കൊല ചെയ്തതാണോ എന്നത് മാത്രമാണ് എനിക്ക് സംശയം. നമ്മൾ ഉദ്ദേശിക്കുന്നയാൾ തന്നെയാണ് ഈ രമേശൻ എങ്കിൽ അയാൾക്ക് കൊല്ലപ്പെടേണ്ടവരുടെ കാര്യത്തിൽ വ്യക്തമായ പദ്ധതി നേരത്തെ തന്നെ ഉണ്ടാകും. അതിനു വേണ്ടി തന്നെ അയാൾ കരുക്കൾ നീക്കുന്നുണ്ടാകും. ഓരോ സംഭവങ്ങളും അയാളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള വഴിയായി അയാൾ തിരഞ്ഞെടുത്തിട്ടുമുണ്ടാകും. ഇനി ചെയ്യേണ്ടതെന്തെന്ന് നമുക്ക് ഓഫീസിൽ പോയിരുന്ന് ചർച്ച ചെയ്യാം. അവർ പോകാനായി വണ്ടി കിടക്കുന്നിടത്തേക്ക് നീങ്ങിയപ്പോൾ അടുത്തൊരു TV ഷോപ്പിൻ്റെ മുൻപിൽ കുറേ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിലിടപെടേണ്ട കാര്യം അവർക്ക് ഇല്ല. എന്നാലും വെറുതെ ഒരു കൗതുകത്തിന് അവിടെ വരെ പോയി നോക്കിയതാണ് മഹേന്ദ്രൻ. ഒരു സ്ത്രീ തൻ്റെ കഥനകഥ വിവരിക്കുന്നതാണ് സംഭവം. അതാണ് വിവിധ ചാനലുകളിൽ ഒരേ സമയം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കാറുള്ള കാര്യമല്ലേ? പിന്നെ ഇതിലെന്താ ഇത്ര പ്രത്യേകത? ഇത്രയധികം ആളുകൾ ആകാംക്ഷയോടെ കാണാൻ എന്താ കാര്യം എന്നറിയാനാണ് മഹേന്ദ്രൻ ആ വാർത്ത ശ്രദ്ധിച്ചത്. അപ്പോഴാണ് അറിയുന്നത് അത് ഹമീദ് സാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന്. മഹേന്ദ്രൻ അവിടെ നിന്ന് അധികം ആരും ശ്രദ്ധിക്കാതെ കൈകാട്ടി സംഘത്തിലെ മറ്റുള്ളവരെ വിളിച്ചു. മഹേന്ദ്രനെ വിളിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും. അതുകൊണ്ട് ഉടനെ തന്നെ അവരും അങ്ങോട്ട് ചെന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന ഗ്രാമത്തിനടുത്തുള്ളതാണ് ആ സ്ത്രീ. ആ കാലഘട്ടത്തിൽ അവർ കൽപ്പറ്റയിൽ KSRTC ഡിപ്പോയിലെ ക്ലറിക്കൽ സ്റ്റാഫ് ആയിരുന്നു. അതേ കാലഘട്ടത്തിൽ കൽപ്പറ്റയിൽ അസിസ്റ്റൻ്റ് സൂപ്രണ്ട് ഓഫ് പോലീസായി എത്തിയതാണ് ഹമീദ് സാർ. ആ സ്ത്രീയുടെ പേര് നളിനി എന്നാണ്. ഹമീദ് സാറിനെ കാണാനുണ്ടായ സാഹചര്യം അവർ വിശദമായി തന്നെ പറഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്. പടിഞ്ഞാറത്തറയിലെ ഒരു സാധാരണ കുടുംബത്തിലെ 2 കുട്ടികളിൽ മൂത്തയാളാണ് കഥ പറയുന്ന നളിനി. അവളുടെ സഹോദരൻ നന്ദൻ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമാണ് അത്. ബത്തേരിയിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ നന്ദന് യൂണിയൻ പ്രവർത്തനങ്ങൾ നന്നായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ വരുമ്പോൾ അയാൾ വിപ്ലവ ആശയങ്ങൾ പറയാറുണ്ടായിരുന്നു അത്രേ. ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ തീവ്രമായ ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ വേണമെന്നതാണ് നന്ദൻ്റെ അഭിപ്രായം. അവൻ പറയുന്നത് എന്താണെന്നൊന്നും നളിനിക്കോ മാതാപിതാക്കൾക്കോ മനസ്സിലായില്ല. ബത്തേരിയിൽ നിന്നും കാര്യമായ തകരാറുകളില്ലാതെയാണ്
നന്ദൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ഉപരിപഠനത്തിന് പോകണം എന്ന് നന്ദൻ നിർബന്ധമായും പറഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ തന്നെ നന്ദനെ ഗുരുവായൂരപ്പൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ അയച്ചതാണ്. അവിടെ നിന്നും കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാണോ എന്തോ അവൻ തീവ്ര ഇടതുപക്ഷ നിലപാടുകളിലേക്ക് കൂടുതലായി തിരിഞ്ഞു. മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾക്ക് മുളയ്ക്കാനും വളരാനും അനുകൂലമായ ഒരു സൗകര്യം ലഭിച്ചാൽ പിന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കില്ലല്ലോ. ചാരു മജുംദാറുടെ ആശയങ്ങളിൽ നന്ദനും ആകൃഷ്ടനായി. നിരോധിതമാണ് ആ സംഘടന, എങ്കിലും അതിൻ്റെ പ്രവർത്തനം അന്ന് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലേക്കാണ് നന്ദനും ചെന്നുപെട്ടത്. നളിനിയെ സംബന്ധിച്ചിടത്തോളം നന്ദൻ്റെ ആ പോക്ക് അപ്രതീക്ഷിതമായിരുന്നു. പഠനം ഒഴിവാക്കിപ്പോലും അവനും സംഘവും വളരെ രഹസ്യമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ നാടിൻ്റെ ഇപ്പോഴുള്ള ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു നന്ദൻ്റെയും കൂട്ടുകാരുടെയും അഭിപ്രായം. അതിനായി ബൂർഷ്വാകളെ ശാരീരികമായി തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അവരുടെ പ്രവർത്തന രീതി. ഒരാളെ ഒഴിവാക്കിയാൽ അത്രയും നാടിന് നല്ലത് എന്നായിരുന്നു അവർ പ്രചരിപ്പിച്ച ആശയം. അവരുടെ പ്രവർത്തനം നിയമം മൂലം സർക്കാർ നിരോധിച്ചിരിക്കുന്നതാണ്. അതുതന്നെയായിരുന്നു അവർക്ക് പ്രവർത്തനത്തിനുള്ള ഊർജവും. മിക്കവാറും വനത്തിലാണ് അവരുടെ താമസം. ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. ആശയത്തിന് വേണ്ടി മരിക്കാനും അവർ തയ്യാർ. ഈ വിവരമൊന്നും നളിനിയോ വീട്ടിലുള്ള മറ്റുള്ളവരോ അറിഞ്ഞിരുന്നില്ല. ആ കാലത്താണ് മാനന്തവാടിയിലെ കാപ്പി കർഷകനും മുതലാളിയുമായിരുന്ന സുപ്രൻ നാട്ടുകാർക്ക് ഭീഷണിയായി വളർന്നത്. അയാൾക്ക് ഇഷ്ടം തോന്നുന്ന തൊഴിലാളി സ്ത്രീകളെ അയാൾ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി മാളികയിലേക്ക് വിളിക്കും. മനസ്സായിട്ട് ചെന്നാൽ മാനനഷ്ടത്തിൽ കൂടുതൽ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ചെല്ലാത്തവരെ ബലമായി പിടിച്ചു കൊണ്ടുപോകും. മുതലാളിക്ക് മാത്രമല്ല, തൊഴിലാളികൾക്കും കൂടി കാഴ്ചവെക്കും. എല്ലാം കഴിയുമ്പോഴേക്കും മിക്കവാറും ആ സ്ത്രീ മരിച്ചിട്ടുണ്ടാകും. അങ്ങനെ കുറേ പേർക്ക് അയാളുടെ ക്രൂരത കാരണം ജീവൻ നഷ്ടമായിട്ടുണ്ട്. നിയമപരമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കാം എന്ന് വിചാരിച്ചാൽ അതും നടപ്പില്ല. നിയമ സംവിധാനമൊക്കെ അയാളുടെ സമ്പത്തിന് താഴെ നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊക്കെ സുപ്രൻ പറയുന്നതായിരുന്നു ശരി, അതായിരുന്നു ന്യായം. നിയമപാലകരാരും തൊഴിലാളികളും ആദിവാസികളും പറയുന്നത് കേട്ടില്ല. കേട്ടെങ്കിൽ പോലും അനുകൂലമായി ഒന്നും ചെയ്തില്ല. കാരണം അത് ചെയ്താൽ അത് സുപ്രന് പ്രതികൂലമാകും. അയാളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെയാകും. അവരാരും ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർക്കാർക്കും തോന്നിക്കാണില്ല. സമ്പത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നടുവിൽ എല്ലാം മറന്ന് എല്ലാവരെയും ധിക്കരിച്ച് ജീവിക്കുകയായിരുന്നല്ലോ സുപ്രൻ. കാലൻ വിചാരിച്ചാൽ പോലും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു സുപ്രൻ്റെ പെരുമാറ്റം. എന്നാൽ ഒരു രാത്രിയിൽ സുപ്രൻ കൊല്ലപ്പെട്ടു. സുപ്രൻ്റെ തല അയാളുടെ ബംഗ്ലാവിൻ്റെ ഗേറ്റിലാണ് ഉണ്ടായിരുന്നത്. ശരീരം വീട്ടിനുള്ളിലും. തികച്ചും നിഷ്ഠൂരമായ കൊലപാതകം. അയാളുടെ മാളിക കെട്ടിടത്തിന് പുറത്ത് ഇങ്ങനെ എഴുതി വച്ചിരുന്നു: പാവങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ നിൽക്കുന്നവനൊക്കെ ഓർത്തുകൊള്ളുക. പാവങ്ങളെ ഉപദ്രവിക്കുന്നവൻ്റെ ഗതി ഇതായിരിക്കും. ചോരയിൽ മുക്കി ഭിത്തിയിലെഴുതിയ വാക്കുകൾ ആരെയും ഒന്ന് നടുക്കും. നക്സലുകളാണ് കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കാൻ കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല.
അവർ അവരുടെ സംഘടനയുടെ പേര് ആ വീട്ടിൽ തന്നെ എഴുതി വച്ചിരുന്നു. അതോടൊപ്പം ചോരയിൽ മുക്കിയ ഒരു കൈപ്പത്തിയുടെ പാടും. സുപ്രൻ്റെ കൊലപാതക വിവരം വളരെ പെട്ടെന്ന് തന്നെ നാടാകെ അറിഞ്ഞു. വയനാട് മാത്രമല്ല, കേരളത്തിൽ മുഴുവനുള്ള വൻകിടക്കാരായ ആളുകൾക്ക് ഭയമായി. ഒരു നാൾ തങ്ങൾക്കും ഇതേ ഗതി വരുമോ എന്ന ഭയം അവരെ എല്ലാം ഗ്രസിച്ചു. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ അവരെല്ലാം പരമാവധി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. സാധാരണയിലും താഴെ ഉണ്ടായിരുന്നവരും പാവപ്പെട്ടവരുമായവർക്ക് മാത്രം പ്രത്യേകം ഭയമൊന്നും തോന്നിയില്ല. അവർ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നുമില്ല, ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറിക്കുന്നുമില്ലല്ലോ. അത് കാരണം അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്നത് തന്നെ. നിയമത്തിനെ പണത്തിൻ്റെ ഹുങ്കിൽ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ആളുകളെല്ലാവരും ഭയപ്പെട്ടു. ഏത് തരത്തിലുള്ള സംരക്ഷണമുണ്ടെങ്കിലും സുപ്രൻ്റെ ഗതി തങ്ങൾക്കും വന്നു പോകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. എന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല താനും. തങ്ങൾക്ക് ആ ഗതി വരാതിരിക്കാനുള്ള എളുപ്പ വഴി സുപ്രൻ്റെ കൊലയാളികളെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നശിപ്പിക്കുക എന്നതാണ്. അതിനാണ് അവർ പ്രാധാന്യം കൂടുതൽ കൊടുത്തത്. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന രീതികളിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതെന്ന് അവർ കണക്കാക്കി. രാഷ്ട്രീയ പാർട്ടികളും ആ കാര്യത്തിന് പ്രത്യേകം താൽപ്പര്യമെടുത്തു. നിരോധിച്ച പാർട്ടിയുടെ നേതാക്കളെ ഒന്നൊന്നായി ജയിലിലിടണമെന്നും കൊലപാതകം നടത്തിയവരെ ഇല്ലായ്മ ചെയ്യണമെന്നുമായിരുന്നു മുകളിൽ നിന്നും ഉള്ള നിർദ്ദേശം. അതനുസരിച്ച് വയനാട്ടിലെമ്പാടും പോലീസിൻ്റെ വിളയാട്ടമായിരുന്നു. പലരെയും പിടിച്ചു, കിട്ടിയവരെ പലരെയും കൈകാര്യം ചെയ്തു, പലരെയും പിന്നീട് അങ്ങോട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു. എന്നിട്ടും അവർക്ക് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതിനെതിരെ പത്രങ്ങളിലൂടെയും മറ്റും ധാരാളം പേർ ശബ്ദമുയർത്തി. പോലീസ് അവരുമായി ഒത്തുകളിക്കുന്നതാണെന്ന് വരെ എഴുതി. അതോടെ പൂർവാധികം താൽപ്പര്യത്തോടെ പ്രതികളെ അന്വേഷിച്ച് പോലീസ് എമ്പാടും തിരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൽപ്പറ്റയിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന നളിനിയെ കാത്ത് പോലീസ് ജീപ്പ് ഡിപ്പോയ്ക്ക് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്തിനായിരിക്കും? നന്ദനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനായിരിക്കുമോ? സുപ്രൻ്റെ കൊലപാതകത്തിൽ നന്ദനും പങ്കുണ്ടായിരിക്കുമോ? നേരിട്ട് പങ്കില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ മതി, അവനെയും അവർ പൊക്കും. പിന്നെ അവനെപ്പറ്റി ആരും അന്വേഷിക്കേണ്ടി വരികയുമില്ല. സത്യം പുറത്തു വരാൻ ഇനി അധിക താമസമുണ്ടാവുമോ? അടുത്ത ഭാഗത്തിൽ നമുക്ക് ബാക്കി കാണാം കേട്ടോ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.